ശരീരമാസകലം പച്ചകുത്തുന്ന മുസ്ലിമേ മുസ്ലിമത്തേ, ഇന്നൊരു ട്രെൻഡായി ഈ സമൂഹത്തിൽ കടന്നു വരുകയാണ്. മസിലുകൾ പെരിപ്പിക്കുന്ന ചെറുപ്പക്കാർ അവന്റെ മസിലിന്മേൽ അടിച്ചു വെക്കുകയാണ്, പച്ച കുത്തുകയാ. ഏതെല്ലാം നിറത്തിൽ ഏതെല്ലാം കോലത്തിലാണ്. നഊദുബില്ലാഹ്. പാമ്പിന്റെ പദമാണ്, തേളിന്റെ പടമാണ്, പല നടന്മാരുടെ പടമാണ്. ഭർത്താവിന്റെ പേര് തന്നെ ഭാര്യ നെഞ്ചിന്റെ പുറത്ത് എഴുതിയിരിക്കുകയാണ്. ഭർത്താവിന്റെ പേര് നെഞ്ചിന്റെ പുറത്ത്, പണ്ടക്കാശർ. നെഞ്ചിനകത്ത് വേറൊരു തന്നെ, അതുകൊണ്ടാണ് പുറത്ത് എഴുതി വെച്ചത്. അല്ലേ? പച്ച കുത്തുന്ന പരിപാടി. തൊടയെ കുത്തുകയാണെങ്കിലും തലയെ തുണി ഇട്ടിട്ട് കുത്തുള്ളൂ. ആൾക്കാർക്ക് ഈമാനുണ്ടെന്ന് തോന്നട്ടെ, അതിനുവേണ്ടി. അല്ലാഹു നമ്മളെ കാക്കുമാറാണ്. പച്ചകുത്തുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. പിരികം ത്രെഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, വിവാഹത്തിന് മുമ്പ് പിരികം ത്രെഡ് ചെയ്യുന്നതായ ഏതെങ്കിലും സഹോദരിമാരി സദസ്സിനുണ്ട് എങ്കിൽ സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റസൂലിന്റെ വാക്യമാണ്, വലഅനല്ലാഹു നാമിസാതി വൽമുതനമ്മിസാത്. അല്ലാഹു ശപിച്ച വിഭാഗമാണ് പിരികം ത്രെഡ് ചെയ്യുന്നവരെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സ്ത്രീകൾ ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. പിരികം ത്രെഡ് ചെയ്യുക ചുണ്ടൻ വെള്ളം പോലെ ഓണത്തിന് കൊണ്ടുവെക്കുന്ന പോലെ അല്ല, റാഹത്തായിട്ട് വെക്കും ചിലര്. പിരികം ത്രെഡ് ചെയ്യുക, പ്ലക്ക് ചെയ്യുക പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ചോ, പാടില്ലാത്തൊരു വിഷയമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്ൻ അൽ മുഗയ്യിറാതി ഖൽഖല്ലാഹ്. പല്ലുകളെ രാകുന്നതായ മുസ്ലിം സഹോദരിമാരില്ലേ, സഹോദരങ്ങളില്ലേ, പാടില്ല, ഹറാമാണ്, ഹറാമാണ്. ഏതെല്ലാം മേഖലയിലാണ് നമ്മൾ സമ്പത്ത് ഹറാമായി ചെലവഴിച്ചത്? ഇതിനൊക്കെ പൈസ കൊടുക്കല്ലേ? ഫേഷ്യൽ ചെയ്യാണ്, ആഴ്ചയിൽ കൊണ്ടുപോയി ഫേഷ്യൽ ചെയ്യുന്നവർ തലമുടി കളർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക. യോയോ പല മോഡലിലാണ് നിൽക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇങ്ങനെയൊക്കെ കാണിക്കുക, പൈസ മുഴുവൻ കൊണ്ടുവന്ന് അടിച്ചു പൊളിച്ച് തീർത്ത്. ദീനിന് വല്ലതും ചോദിച്ചാൽ മാസവരി കൊടുത്തിട്ട് കടക്കണി കിടക്കാണ് മാസവരി. അല്ലാഹു നമ്മളെ കാക്കുമാറാണ്. വീട്ടിൽ കേബിൾ ടിവിയുടെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഹാജിയാർ നെഞ്ചത്തടിച്ച് കരയും. അതിന് എത്ര വേണമെങ്കിലും കൊടുക്കാൻ റെഡിയാണ്. മാസവരി 100 രൂപ 150 രൂപ നമ്മളിപ്പോൾ കൊടുത്തിട്ട് പറയുന്ന കളെ 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. അതിങ്ങനെ കടം കിടക്കുകയാണ്. എന്താണ് നമ്മുടെ അവസ്ഥ?